ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മച്ചാടെ വീട്ടിലാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വ്ളോഗ് ഇടാൻ വിചാരിച്ചു. അതായത് വീടും പരിസരവും എല്ലാം ഞാൻ കാണിച്ചു തരാൻ പോകണം. ആദ്യം നമുക്ക് പുറത്തൊക്കെ കാണാം, അതായത് നമുക്ക് വീട്ടിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണോടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോസ് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഒരു വീട്. ഇച്ചിരി വലുത് ലെങ്തി ആയതുകൊണ്ട് കാണിക്കാനൊരു പാടാണ്. അന്നേരം നമുക്ക് താഴോട്ട് ഇറങ്ങി ഫുള്ള് വിശേഷം ഒന്ന് അറിയാം. ഇവിടെ എനിക്ക് 2 അനിയന്മാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണിത്. പിന്നെ ഇത് സിറ്റൗട്ട്, ഇവിടെ ഒരു കസേര, വന്നിറങ്ങുന്ന സ്ഥലമൊക്കെയാണിത്. നേരെ ഇവിടെ നേരെ പോകുമ്പോൾ ഈ വന്നിറങ്ങുമ്പോൾ 2 ഭാഗം. ഒന്ന് ദാണ്ട് ഗേറ്റ്, പിന്നെ അവിടെ പോകുമ്പോൾ കുറച്ച് നല്ല പ്ലാന്റ്സ് ഒക്കെ കാണും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഭാഗത്തേക്ക്. അന്നേരം നമ്മൾ ആദ്യം പ്ലാന്റ്സിൻ്റെ അടുത്തോട്ടേക്ക് പോകാം, അവരുടെ വിശേഷങ്ങളൊന്നൊക്കെയൊന്ന് അറിയാം. ഇത് എൻ്റെ അനിയത്തി നട്ട ഒരു പൂവാണ്, റോസാ പൂവാണ്. ഇവിടെ പിന്നെ ശരിക്കും മരങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ വരാൻ സോ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇതാണ് ചെറിയ ചെറിയതും വലുതുമായിട്ടുള്ള പൂക്കളൊക്കെ കാണാറുണ്ട് ഇവിടെ. പിന്നെ ഇതാണ്ട് ഇങ്ങനത്തെ നല്ല കുറച്ച് പൂക്കളും ഒക്കെ ഇവിടെ കാണാറുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ശരിക്കും കളിക്കാറ്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകാം. അന്നേരം നമ്മളിപ്പോൾ ആ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. അന്നേരം ഇപ്പോൾ നമ്മളിവിടെ ഫാഷൻ ഫ്രൂട്ട് ഭാഗത്താണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് പൂക്കളും ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല ഒരു നല്ല ചിത്രശലഭങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നല്ല കൗതുകമാണ് ഇവിടെ നിൽക്കാനൊക്കെ. അതുകൊണ്ട് ഇങ്ങനത്തെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ, ഫേവറബിൾ ആയിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ഉള്ളിലുണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്, അത് കാണിച്ചിട്ട് പിന്നെ വേറെയും ഉണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ഇതൊക്കെ തുളസി. ഇത് തുളസി ഇതാണ്ടേ, ഇതും ഉണ്ട്. ഇതാണ്ടേ ഇതൊക്കെ എനിക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഒന്ന് ഫുൾ വ്യൂ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ്ടേ, ഇതൊക്കെ ഫുൾ വ്യൂ വന്ന് കയറുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിശാഗാന്ധി പൂവാണ്. ഇത് കുറച്ച് വാടിപ്പോയി. ഇത് രാത്രി വിരിയുന്നത്, രാത്രി 10 മണിയിലാണ് ഇത് വിരിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 10 മണി പൂവെന്ന് പേരിടും. ഇതാണ്ടേ, ഇതൊക്കെ നിശാഗാന്ധി. നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കാൻ. ഈ പൂക്കൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നിൽക്കാൻ നമുക്ക് നല്ല രസമായിരിക്കും. ഇതൊരു വാഴയാണ്, കണ്ടില്ലേ? പിന്നെ ഒരു മതിൽ കഴിഞ്ഞാൽ അപ്പുറത്തെ വീടുകളൊക്കെയാണ്. ഇനി ആ ഭാഗം, ആ കിണറിൻ്റെ ആ ഭാഗത്തേക്കോട്ട് പോകാം. കിണറിൻ്റെ സൈഡ് വന്നു. ഇവിടെ ഒരു പേരക്കയുണ്ട്, അതൊക്കെ വെട്ടിക്കളഞ്ഞു. അന്നേരം ഇതൊക്കെയാണ് എൻ്റെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള വിശേഷം. ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, നല്ല കാടാണ്. അന്നേരം എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനോടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അന്നേരം നമ്മുടെ ആ റോസുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഏറ്റവും ഇഷ്ടപ്പെടുന്നതൊക്കെ ആയിട്ടുള്ളൊരു പൂവാണ്. നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം, കണ്ടോ? നിങ്ങൾക്ക് ഈ പൂവൊക്കെ ഇഷ്ടപ്പെട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താണ്ടേ, ഇവിടെയും ഉണ്ട് കേട്ടോ. അന്നേരം എന്താണ്ട് ഇതാണ് ലാസ്റ്റ് പൂവ്. അന്നേരം ബായ്. അടുത്ത ചാനലുമായി ഞാൻ തീർച്ചയായിട്ടും വരും. ബായ്.